നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും ഖിറാഅത്തിനായി സക്കരിയ أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ അധ്യക്ഷൻ, തങ്ങളവർ, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യത്വപരമായ ഒരു അവകാശവും കാഴ്ചപ്പാടും ഉള്ളൂ എങ്കിൽ ആ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് മനുഷ്യനായിട്ട് കാര്യമില്ല. ഇവിടെ അത് നിലനിൽക്കാൻ പാടില്ലാത്ത സംഭവമാണ്. എങ്കിൽ ആ രൂപത്തിൽ ഗൗരവപരമായി ചിന്തിച്ചുകൊണ്ട് നാം ഉൾക്കൊള്ളുകയും അതിനു വേണ്ടുന്ന എല്ലാ ക്രിയകളും പ്രവർത്തനങ്ങളും നാം നടപ്പിലാക്കുകയും ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ മക്കൾക്ക് പഠിക്കാനും അത് നമ്മുടെ നാട്ടിൽ പരമാവധി നിലവാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ നമ്മുടെ പ്രദേശത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ നേതൃത്വം കൊണ്ട് നമുക്കതിന് സാധിച്ചു വരികയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ ഈ സമയത്ത് സംസാരിക്കുന്നില്ല. നമുക്ക് രക്ഷിതാക്കളെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇതിന്റെ ഗൗരവകരമായ കാര്യം എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് വളരെ പെട്ടെന്നായി തന്നെ നമുക്ക് സംഘടിപ്പിക്കണം. എല്ലാ രക്ഷിതാക്കളും സംബന്ധിക്കുന്ന ഒരു വേദി നമുക്ക് ഉണ്ടാക്കണം. അതിന് തീയതി ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ കണ്ട് നമുക്ക് പിരിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി ആ വിഷയങ്ങൾ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പ്രവേശനോത്സവം ഇന്നത്തെ ഈ വർഷം പ്രാരംഭം കുറിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് എല്ലാ ആളുകളും വളരെ പ്രാധാന്യത്തോടുകൂടി ഇതിനെ കണ്ടുകൊണ്ട് ഇതിനോട് സഹകരിച്ചുകൊണ്ട് എത്തപ്പെട്ട രക്ഷിതാക്കളും ബന്ധപ്പെട്ട സുഹൃത്തുക്കളും എല്ലാവർക്കും അല്ലാഹു തആല തക്കതാക്കി നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ ഒരുപാട് അധ്വാനിക്കുകയാണ്. അവരുടെ ജീവിതം മുഴുവൻ പഴയ കാലത്ത് പോകാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മെ ഇങ്ങനെ പണ്ടത്തെ ആളുകൾ ചെയ്ത പണി നമ്മൾ ചെയ്യേണ്ടതില്ലല്ലോ. ഉസ്താദന്മാരനുസരിക്കാനുള്ളതും മുതിർന്ന ആളുകളെ, നമ്മളെക്കാളും വയസ്സിന് മൂത്ത ആളുകളെ അംഗീകരിക്കുക എന്നുള്ളതും മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് യോജിച്ചതല്ല എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കും. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമുക്ക് പുറത്തിറങ്ങാനും അകത്തോട്ട് വരാനും. ലോകത്തിന്റെ കാര്യം മാത്രമല്ല, ദുനിയാവിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം അതിന്റെ നമ്മളെക്കാൾ മുതിർന്നവരെ ബഹുമാനിക്കാറുണ്ട്. അല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തെ നമ്മൾ അംഗീകരിക്കാതെ പോയാൽ ഇന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കാതെ നമുക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞ